ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കൊച്ചുകുടിയിൽ ഹോം ഗാർഡൻ. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. അത്ര സീരിയസ് വീഡിയോ ഒന്നുമല്ല, എന്നാലും ഒരു ടൈം പാസ് ഉണ്ടോ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. ഇതായി സ്റ്റാൻഡ് ഉണ്ടോ, സ്റ്റാൻഡിൽ വെച്ചാൽ പൂച്ചെടി ഉണ്ടോ, അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പോട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ല, ഇതുപോലത്തെ ഒരു പോട്ട് വാങ്ങിച്ചു, സ്റ്റാൻഡ് വാങ്ങിച്ചു. സ്റ്റാൻഡിന് 150 രൂപ കേട്ടോ അല്ല. ഇതിൻ്റെ അകത്ത് നാടൻ പെറ്റുകൊണ്ട് നല്ലതെന്നോർത്താണ് ഞാൻ വാങ്ങിച്ചത്. അത് താഴേക്കൊക്കെ ഹാങ്ങായി കിടക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് ഈ ചെടീനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചത്. ഇതൊരു കളച്ചെടിയാണ് കേട്ടോ, കാട്ടിലുണ്ടാവുന്ന കളയായിട്ടുണ്ടാവുന്ന ചെടിയാണ്. എവിടെയെങ്കിലും അതിൻ്റെ ഒരു തണ്ട് മതി, ഒരുപാട് ഭാഗത്തേക്ക് അത് പടർന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ഇടുമ്പോൾ അത് സൂക്ഷിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള നീട്ടം കുറഞ്ഞ വേറുള്ള കമ്പുകൾ ആണ് കേട്ടോ ഇതിനടുത്താണ്, പൂവുള്ള കമ്പുകളാണ് എടുത്തേക്കുന്നത്. ഈ പുല്ല് കണ്ടോ, നല്ല രസമല്ലേ. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് നമ്മളൊരു പാടത്തിൻ്റെ സൈഡിൽ നിന്നാട്ടോ പറിച്ചത്. ആ തോടിൻ്റെ സൈഡിലേക്ക് ആ കളച്ചെടി ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടാൻ പോണ ആ ചെടിച്ചട്ടി ഇങ്ങനത്തെ ചെടിച്ചട്ടി കേട്ടോ. അപ്പോൾ അടിയിൽ കുറേ ഹോളുകളായതുകൊണ്ട് നമ്മൾ കുറച്ച് കരിയിലിട്ട് എടുത്ത് മണ്ണ് ചാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമ്മുടെ പോട്ടിംഗ് സോയിൽ തന്നെ നിറയ്ക്കുകയാണ് അതിലേക്ക്. എന്നിട്ട് വേരുള്ള ഭാഗങ്ങൾ നട്ട് കൊടുക്കണം കേട്ടോ. നീട്ട് കുറഞ്ഞ കമ്പുകളാണ് നമ്മളെടുത്താണ് ബുഷായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര നമ്മൾ ഫുള്ള് നട്ട് നോക്കിയിട്ടും അതത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ പിന്നെയും പോയിട്ട് കുറച്ചുകൂടെ പൂക്കളുള്ള കമ്പുകൾ മാത്രം ഓടിച്ചു. പിന്നെ വേരൊന്നുമില്ല കേട്ടോ, നമ്മളൊരു ഡെക്കോർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചെടിയുടെ പൂവ് ഉണങ്ങുമ്പോൾ ഒരു സീഡ് ഉണ്ടാവും, അത് കാറ്റ് പറഞ്ഞാണ് ഇത് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂക്കളുള്ള കുറേ കമ്പുകൾ ഓടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതിൻ്റെ മുയൽ പൂവെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓടിച്ചെടുത്ത കമ്പുകൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുത്തി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കുത്തി വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗപ്പികൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സമയം കിട്ടിയില്ല, എല്ലാ സമയം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും എടുത്തിട്ട് ഫ്രണ്ടിൽ എവിടെയെങ്കിലും എല്ലാവരും കാണുന്നിടത്തുനിന്ന് വെച്ച് കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ കോളിയ സ്റ്റഡിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വെച്ചപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ചെടി നിൽക്കണായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.